ഹലോ ഗൈസ്, എല്ലാവർക്കും വാഴ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു ഫിഫ വേൾഡ് കപ്പ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഗെയിമുമായിട്ടാണ്. ഈ ഗെയിമിൻ്റെ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഫുട്ബോൾ ആണെന്നുള്ളത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ ഒരു ഗെയിം കളിച്ചത് നമ്മൾ റോബ്ലോക്സിലെ ഒരു ഗെയിമാണ്. ആ ഗെയിമിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഞാൻ കളിച്ചപ്പോൾ നല്ല ടഫായിരുന്നു ഗൈസ്, ഒടുക്കത്തെ ടഫായിരുന്നു കളിക്കാൻ. അതുപോലെ ഭയങ്കര ടഫായിരുന്നു. എനിക്ക് അതിനകത്തൊരു ഗോൾ പോലും അടിക്കാനോ ബോൾ ഒന്ന് കയ്യിൽ മേടിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് കളിച്ച് നമുക്ക് ട്രിബിളിങ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കളിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരുമായിരിക്കും, ഒരു പ്രോ ആയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് എൻ്റെ ഈ ഒരു ഡിവൈസിൽ കളിക്കുമ്പോൾ ഭയങ്കര ലാഗാണ് ഗൈസ്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് നല്ലപോലെ കളിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിനെ നമുക്ക് പതിയെ സെറ്റാക്കാം. നല്ലൊരു ഡിവൈസ് കിട്ടിയിട്ട് നമുക്ക് സെറ്റാക്കാം. വേൾഡ് കപ്പ് തീരുന്നതിന് മുമ്പ് ഞാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. പിന്നെ അപ്പോൾ നമ്മളിന്ന് ഈ ഫുട്ബോളാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രം മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ഇവിടെ ഗെയിം ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ചിരുന്നാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെ പോയാലും കുറയ്ക്കാൻ പറ്റണേ. ഇത് ഞാൻ ശരിക്കും പഠിച്ചു വരുന്നേ ഉള്ളൂ ഗൈസ്. ഞാനത് ഗെയിം, മെഷീന്, കോൺട്രാക്റ്റ്, മാച്ചസ്, അയ്യോ ഇതെവിടെ പോയാലും കുറയ്ക്കണേ. നോട്ടിഫിക്കേഷനിലാണോ? അയ്യോ ചേട്ടാ, അത് ഞാൻ മറന്നു കേട്ടോ. എക്സ്ട്രാസിലാണോ? ഗെയിം സെറ്റിങ്സ്, ഓഡിയോ, കമൻട്രി, സ്റ്റേഡിയം, പിച്ച്, ഓഡിയോ, സൗണ്ട് എഫക്റ്റ്, മ്യൂസിക് വോളിയം. മ്യൂസിക് വോളിയം ഇത്രയും കിടക്കട്ടെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് നാളായിട്ട് കളിക്കുന്നു. നമ്മുടെ പേരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വാഴ ഗെയിമിങ്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ മൈ ടീം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ടീം കാണിച്ചു തരാം. ടീം ഇതാണ് ഗൈസ്. പിന്നെ ഇതിനകത്ത് കളിക്കാൻ നല്ല പ്രോ പ്ലേയേഴ്സ് ആയിട്ടുള്ള ആരും ഇല്ല ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് സെറ്റായിട്ട് കളിക്കായിരുന്നു. ഇപ്പോൾ കുറേ പേരുണ്ട്, നമുക്ക് ഇവരൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കളിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുകളിൽ 80 ഉള്ള ഒരുത്തനുണ്ട്, 79, 82 ഒരുത്തുണ്ട്. മെസ്സിനെ നമ്മൾ ഓൾറെഡി വെച്ചുകൊണ്ട് മെസ്സിനെ എനിക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 82 ഇവനെ എടുത്തിട്ട് എവിടെയാണ് ഇവന് വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ വയ്ക്കുമ്പോൾ കൂടി അവന് 75 ആകുമോ? അവിടെ വെച്ചപ്പോൾ അവന് കുറച്ച് ഇറങ്ങി ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് 79 ഉള്ളവനെ എടുത്തിട്ട് ഇവിടെ വയ്ക്കാം. അവന് 79 തന്നെ ഉണ്ട്. പിന്നെ കൂടിയത് ഏതാണ്? 76, 60, 80 ഉണ്ടല്ലോ, 83 ഉണ്ട് ഗൈസ്. ഇവനെടുത്തിട്ട് എവിടെ വേണേലും വയ്ക്കാവോ? ഇവിടെ വെച്ചാൽ കുറയും, ഇവിടെ വെച്ചാൽ കുറയും, ഇവിടെ വെച്ചാലും കുറയും, ഇവിടെ വെച്ചാലും കുറയും, ഇവിടെ വെച്ചാൽ കൂടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആരാണുള്ളത്? പിന്നെ 80 ഉള്ള ഇവനുണ്ട് ഗൈസ്. ഇവനെ നമുക്ക് ഇവിടെ ആയിട്ട് വയ്ക്കാം. പിന്നെ ഒരുത്തനെ ഇപ്പോൾ കണ്ടല്ലോ, 82 ഉള്ള ഇവനുണ്ട്. ഇവൻ നമുക്ക് ഇവിടെ ഇട്ട് വെച്ചാൽ കുറയും ഗൈസ്, ഇവിടെ ഇട്ട് വെച്ചാൽ കൂടും. അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് 74 ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടിയത് ഈ സണ്ണല്ലേ. ഈ സണ്ണിനെ നമുക്ക് എടുത്തിട്ട് ഇവിടെ ഇടാം. ഇവിടെ ഇട്ടാൽ കൂടിയോ കുറഞ്ഞോ അത് മറന്നുപോയി, ഞാൻ ശ്രദ്ധിച്ചില്ല അത്. സണ്ണ് എന്തായാലും അവിടെ കിടക്കട്ടെ. ഇന്നത്തെ എനിക്ക് ആകെ മെസ്സി, റൊണാൾഡോ, അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്ക് അറിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ആരോഗ്യം ഇത്രയും പേര് മതി ഗൈസ്. ഇനി നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോകും, അല്ലെങ്കിൽ നല്ലപോലെ ലാഗാവും വീഡിയോ. അപ്പോൾ നേരെ ഇവിടെ വരിക. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 60,000 ഉണ്ട് ഗൈസ്. പിന്നെ ഞാനൊരു കാര്യം നോക്കി, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഇവിടെ പ്ലേയേഴ്സിൽ മേടിക്കണം. ഇവിടെ വന്നിട്ട് സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിലല്ലേ നമുക്ക് പ്ലേയേഴ്സിനെ മേടിക്കാൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഞാൻ കുറേ തപ്പി ഗൈസ്. മറ്റേ നെയ്മറിനെ ഞാൻ പണ്ട് എൻ്റെ വേറെ അക്കൗണ്ടിൽ കയറിയപ്പോൾ ഒരു 30,000 40,000 ജി കറൻസിയിൽ നമുക്ക് നെയ്മറിനെ മേടിക്കാൻ പറ്റും. ഇതിനകത്ത് വന്നപ്പോൾ നെയ്മറിനെ ഇല്ല, റൊണാൾഡോനെ ഇല്ല, ഒന്നും മേടിക്കാൻ പറ്റുന്നില്ല. ഞാൻ റൊണാൾഡോനൊക്കെ മേടിച്ചായിരുന്നു ഗൈസ്. വെറും എത്രയായിരുന്നു, 30,000 ജി ടോക്കണിൽ ഞാൻ മേടിച്ചായിരുന്നു. ഇപ്പോൾ ഒരു റൊണാൾഡോനെ കണ്ടല്ലോ, ഇപ്പോൾ ഞാൻ റൊണാൾഡോനെ കണ്ടു. മെസ്സി ഇവിടെ ഉണ്ട്. മെസ്സി കഴിഞ്ഞ് പോയപ്പോഴായിരുന്നു അതെ മെസ്സി കഴിഞ്ഞ് പോയപ്പോഴായിരുന്നു. മെസ്സി കഴിഞ്ഞ് പോയപ്പോൾ ഇവിടെ എവിടെയോ ഞാൻ റൊണാൾഡോനെ കണ്ടു. പോയോ? ഇല്ല. റൊണാൾഡോയ്ക്ക് കണ്ട ഗൈസ് 1,20,000 ടോക്കണാണ്.
ഞാൻ ഈ റൊണാൾഡോനെ സെയിം റൊണാൾഡോനെ ഞാൻ മേടിച്ചാണ് ഗൈസ് 30,000 രൂപയ്ക്ക്. പക്ഷെ എന്താ സംഭവം എനിക്കറിയില്ല. എന്തായാലും ഞാൻ നേരെ മാച്ച് പോവാണ്. നമുക്ക് ഇതിനകത്ത് ഏത് കളിക്കണം ഗൈസ്? ക്വിക്ക് മാച്ചിൻ്റെ, എക്സിബിഷൻ്റെ, ഫ്രണ്ട് മാച്ചിൻ്റെ, മൈ ലീഗുണ്ട്, ഈ ഫുട്ബോൾ ലീഗുണ്ട്, ഇവൻ്റ് ഉണ്ട്, ടൂർണമെൻ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഏത് കളിക്കും? നമുക്ക് ഈ ഫുട്ബോൾ ലീഗ് എടുത്താലോ? ഈ ഫുട്ബോൾ ലീഗ് എടുത്തിട്ട് നമുക്ക് കളിക്കാം ഗൈസ്. നിങ്ങൾ വേറെ ഏതെങ്കിലും കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. പിന്നെ ഗെയിം പ്ലാനും കാര്യങ്ങളൊന്നും മാറ്റാനൊന്നുമില്ല, നേരെ മാച്ചിലേക്ക് പോവാം. ഇതുവരെ കളിച്ച കളിയെല്ലാം ഞാൻ ജയിച്ചിട്ടുണ്ട് ഗൈസ്. നല്ല പ്രോ ടീംസ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. മൊത്തം പൊട്ട ടീംസാണ്, ഒരു പവറില്ലാത്ത ടീംസാണ്. ഇതിന് അവന് നല്ല പവറുണ്ട്. ഈ കളി എനിക്കറിയില്ല, അവന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ടീമാണ് ഗൈസ്. നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഈ ജേഴ്സി തന്നെ മതി, പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല. 2 മാച്ച് ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രം മറക്കാതെ ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 10 ആണ് ഗൈസ്, 10 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ പോട്ടെ, നമ്മുടെ ഗെയിം ലോഡായി വരട്ടെ. വന്നു ഗൈസ്, വന്നു ഗെയിം ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. ഓക്കെ, നമ്മളൊന്ന് കാണിച്ചതിന് 10 ഗോളെങ്കിലും ഞാൻ അടിക്കും ഗൈസ്. 10 ഗോള് അറിയില്ല, ഒരു 5-ന് മുകളിൽ അടിക്കാൻ ഞാൻ നോക്കാം. അറിയില്ല. ഒരു ഗെയിം ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കളിക്കുന്നതുകൊണ്ട് ചെറിയ രീതിക്കുള്ള ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല ലാഗുണ്ട് ഗൈസ്, ചെറിയ രീതിക്കല്ല. അയ്യോ, അവിടെ മിസ്സായി. ലാഗുള്ളതുകൊണ്ട് മിസ്സായി ഗൈസ്, ഓക്കെ. ചെറിയ ലാഗുണ്ട് ഗൈസ്. ഇതെങ്ങനെയാണ് സെറ്റാക്കാൻ പറ്റുമോ? പ്ലേ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മറ്റേ അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ നോക്കി ഇവിടെ സെറ്റിങ്സ് കുറച്ചിടാനോ കൂട്ടിടാനോ അങ്ങനെ എന്തെങ്കിലും. ഡിസ്പ്ലേ ലോഡ് ഉണ്ട് ഗൈസ്, ഇത് നമുക്ക് ലോയിലാണ്, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇനി ഇല്ല, ലാഗ് ഇല്ലായിരിക്കും, എന്നാലും ഉണ്ട് ഗൈസ്, നല്ല ലാഗുണ്ട്. നമുക്ക് നോക്കാം. പാസ്. ഓയ്യോ, അത് മിസ്സാടാ. അത് നമ്മുടെ എല്ലാം മെസ്സി ഉണ്ട് ഗൈസ്. മെസ്സിനെ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും കയറുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ മെസ്സിനെ എടുത്തിട്ടുണ്ട്. യെസ് കേറാ. മെസ്സി ആങ്കർ മെസ്സി ആങ്കർ മെസ്സി ഗോൾ അടിച്ചേ. ഇത് എനിക്ക് പണ്ട് പോലെ കളിക്കുന്നതാണ് ഇടയ്ക്ക്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് പിന്നെ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല ഗൈസ്. ഇന്ന് ലോഗിനൊക്കെ ചെയ്ത് സെറ്റാക്കണം, നമുക്ക് സെറ്റാക്കാം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, മറ്റേ ഗെയിം കളിച്ചതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. റോബ്ലോക്സിൽ മറ്റൊരു ഗെയിം ഞാൻ കഴിഞ്ഞ ദിവസം കളിച്ചില്ലായിരുന്നു, അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. ബാഴ്സലോണ 2 ഗോൾ അടിച്ചു ഗൈസ്. പിന്നെ നമ്മുടെ ടീം ഞാൻ എടുത്തേക്കാണ് ബാഴ്സലോണയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാഴ്സലോണ. ഓക്കെ. ബോൾ എടുക്ക്. ഇത്രയും ലാഗ് ഉണ്ടായിട്ട് തന്നെ ഞാൻ 2 ഗോൾ അടിച്ച്. പൊട്ട ടീമായതുകൊണ്ടാണ്. നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര പാടാണ് ഗൈസ്. പാസ് കൊടുക്ക് മെസ്സിക്ക്, പാസ് കൊടുക്ക്. ഗോൾ സിമ്പിളായിട്ട് 3 ഗോൾ അടിച്ച്. ഇതാണ് ഗൈസ്, നല്ല പൊട്ട ടീമാണ് ഗൈസ്, കളിക്കാനൊന്നറിയില്ല. നല്ല കിടിലൻ ടീമൊക്കെ ഉണ്ട്, നമുക്ക് അടിച്ച് മിന്നിച്ച് വിടാം എല്ലാത്തിനെ. ഓക്കെ. വീണ്ടും ഒറ്റ കൈ കൊണ്ട് നിൽക്കുമ്പോൾ കുഴപ്പമില്ല, 2 കൈയുടെ ഇത് വരുമ്പോഴാണ് നമ്മുടെ ഫോണിൽ ലോഡ് താങ്ങാൻ പറ്റാത്തത്. അപ്പോൾ പെട്ടെന്ന് ലാഗ് വരും. ലാഗ് വന്നുകൊണ്ടാണ് മെയിൻ പ്രശ്നം, നമുക്ക് സെറ്റാക്കാൻ പറ്റാത്തത്. ഓക്കെ, ബോൾ എടുത്ത് പോയി ബോൾ പുറത്ത് പോയി. 3 ഗോൾ അടിച്ച്. ഞാൻ 5-ന് മുകളിൽ എന്തായാലും അടിക്കാൻ നോക്കാം, നമുക്ക് സെറ്റാക്കാം ഗൈസ്. 5-ന് മുകളിൽ ഗോൾ അടിക്കാം നമുക്ക്. ബോൾ എടുക്ക്. എനിക്ക് കളിക്കാൻ അത്രയും അറിയില്ല ഗൈസ്, എന്നാലും കുഴപ്പമില്ല, നോക്കാം. ഇവിടുന്ന് ലോങ് അടിക്കാം. കയറിയില്ല. ഇത് കോർണർ ആയിരിക്കും മിക്കവാറും, അല്ലേ? അവൻ്റെ കൈ തട്ടിയ പോലെ എനിക്ക് തോന്നിയില്ല. എടുക്ക്. അവൻ്റെ നിന്ന് എടുത്തായിരുന്നേ എളുപ്പമായിരുന്നു. കിട്ടിയില്ല, അവൻ്റെ നിന്ന് എടുക്കാൻ കിട്ടിയില്ല. ഇവൻ്റെ നിന്ന് കിട്ടൂ.
പൊളിക്കടാ പൊളിക്കടാ. മെസ്സി മെസ്സി കയറ്. ലോങ് അടിച്ചു കയറി. ഓ കയറിയില്ല ഗൈസ്. പോയി മിസ്സായി. എന്താണ് 3 ഗോൾ അടിച്ചു, പക്ഷെ ബാക്കി കയറ്റാൻ പറ്റുന്നില്ല. ഇതെന്തായിരിക്കും മുകളിലുള്ളത്? ഇത് ഞാൻ നോക്കി ഗൈസ്. ഡിഫൻസ് ഉണ്ട്, അറ്റാക്ക് ഉണ്ട്. ഇതെന്താ സംഭവം? അറ്റാക്ക് അവൻ കൂട്ടിയിട്ടിട്ട് കളിച്ചു നോക്കാം എന്താ സംഭവിക്കണേന്നറിയാം. ഇങ്ങനെയാണല്ലോ ടീമിൻ്റെ പവർ കൂടുന്നത്. അപ്പോൾ അവരുടെ ടീമിന് പവർ കൂടുന്നു. അയ്യോ അവിടെ ജസ്റ്റ് മിസ്സറാ. ഞാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടിക്കായിരുന്നു, ഗോളടിക്കായിരുന്നു. പാസൊക്കെ ഇട്ട് സെറ്റായിട്ട് കളിക്കണം ഗൈസ്. അറ്റാക്ക് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്, എന്തിനാന്ന് എനിക്കറിയില്ല. ഓ അറ്റാക്ക് കൂട്ടിയിടുമ്പോൾ പ്രോ പ്ലെയർ ആവും ഗൈസ്. അത് കൊള്ളാം കേട്ടോ, അത് കൊള്ളാം. ബട്ട് ഈ ടീം നന്നായിട്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട്. ചേടാ അത് കൊള്ളാമല്ലോ. ഞാനിപ്പോൾ ഒരു സ്വിച്ചിൽ മാത്രമാണ് ഇപ്പോൾ എനിക്ക് പിടിച്ചേക്കുന്നത്. ഹാളല്ല, നമുക്കിപ്പോൾ അത് കൂട്ടിയിട്ട് കളിക്കാം ഗൈസ്. അത് നൈസാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അത് അതിനുള്ളതാണോയെന്ന് തന്നെ എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യ്. ഓക്കെ നമ്മളാണല്ലോ. നമുക്ക് ഇവിടെ നിന്നൊരു ലോങ് പാസ് അടിക്കാം. ഒരു സംഭവം ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ അതെങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ലോങ് ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റുമായിരുന്നു. ശരി ഇവനെടുത്തടാ. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ടിയെന്ന് എടുക്കും. ഇത്ര ഉള്ളായിരുന്നു, സിമ്പിളായിട്ട് എടുത്തു. എൻ്റെ പൊന്നടാ ലാഗടിച്ചിട്ട്. ഓ ലാഗടിക്കുന്ന കേസ്. രണ്ടിതും കുറേ പ്ലേയേഴ്സൊക്കെ വരുമ്പോൾ 2 കൈയും കൂടി സെറ്റപ്പ് ആവില്ല കേസ്. എടുക്കെടുക്കെടുക്ക് വന്നെടുക്ക്. ഞാൻ നോക്കട്ടെ കേസ്, ഞാൻ നോക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് അയ്യോ അങ്ങനെയല്ല. എനിക്ക് നോക്കട്ടെ ഗൈസ്. അയ്യോ ഇങ്ങനെയല്ല സംഗതി. ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് നോക്കിക്കോളണം. ഉദ്ദേശിച്ച പോലെ ഇല്ല ഗൈസ്, ഉദ്ദേശിച്ച പോലെ എത്തിയില്ല. ഓ ഹാളൻ്റെ ഓടി വരിക. ഉദ്ദേശിച്ച പോലെ ആവണല്ലോ. പാസ് കൊടുക്ക്. എന്നിട്ട് അങ്ങനെയല്ല. എടാ ലയണൽ മെസ്സി ഇമാര് കയറി അടിക്കുമെന്നാണ്. എന്തായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്, ഞാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും ഞാനൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. 4 ഗോളായി ഇപ്പോൾ. ആരാണ് ഗോൾ അടിച്ചേ? ആരാന്നറിയില്ല. എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് സെറ്റാകാം. നമ്മുടെ ഇവിടെ കൊണ്ടുപോകണം ഗൈസ്, നമ്മുടെ സ്ഥലത്ത് കൊണ്ടുപോകണം. നമ്മുടെ ഗോളിയുടെ അടുത്ത് കൊണ്ടുപോകണം. നമ്മുടെ ഗോളി എവിടെയാണ്? ചേട്ടാ നമുക്ക് ഫൗള് കിട്ടിയില്ല അവന്മാർക്കൊന്നും. അവന്മാർ ഫൗളല്ലേ കാണിക്കുന്നത്? ഗോൾ അടിച്ച് ഗൈസ്. ഇത്ര ലാഗിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗോളൊക്കെ അടിക്കുന്നുണ്ട്. 5 ഗോളാക്കി ഗൈസ്, 5 ഗോൾ. ഞാൻ 5 ഗോൾ അടിക്കുമെന്ന് പറഞ്ഞില്ല ഗൈസ്. 5 ഗോൾ ഞാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം അറിയില്ല, നമുക്ക് സെറ്റാക്കാൻ പറ്റുമോ. അത് പൊളിയായിരുന്നു ഗൈസ് ആ സാധനം. നമുക്ക് മറ്റേ റെയിൻബോ അല്ലല്ലോ, ആ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓ സമയം ഇപ്പോൾ തീരും. നോക്കട്ടെ. ഓ ഇല്ല ഗൈസ്, സമയം തീർന്നു. 5 ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നമുക്ക് അടുത്ത മാച്ചിൽ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമോന്ന്. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം മെസ്സിയുടെ ലെവൽ എത്രയായി? മെസ്സി 3 ആയല്ലേ? കൊള്ളാം. ഓക്കെ
ഇത് കളിക്കാൻ നമുക്ക് ടോക്കൺ കിട്ടുന്നുണ്ട് ഗൈസ്, ജി ടോക്കൺ. അത് കൊള്ളാം, അത് കിട്ടുന്നതുകൊണ്ട് നല്ല നൈസാണ്. ജയിച്ച് ഗൈസ്, ഒറ്റ കളി പോലും നമ്മൾ ഇതുവരെ തോറ്റിട്ടില്ല. ഓക്കേ, എല്ലാവരും ലെവലപ്പായി. അപ്പം ഇന്ന് ഇത്രയും പോരെ ഗൈസ്, ഇത് അത്യാവശ്യം ഒരു മീഡിയം ലോങ് ആയിട്ടുണ്ട്. പ്രൊമോട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഗൈസ്. ഇന്ന് അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു മീഡിയം ലോങ് ആയിട്ടുണ്ട്. ഇതെന്താണ് ചേഞ്ച് 30 FPS 60 FPS വരെ എനിക്ക് സപ്പോർട്ട് ചെയ്യും. അത് കിടക്കട്ടെ. സ്റ്റേഡിയം ഗ്രാഫിക്സ് ഹൈയിൽ കിടക്കണ്ടല്ലേ, എന്നാൽ സ്റ്റാൻഡേർഡ് അല്ല, ലോവസ്റ്റ് മതി. പ്ലെയർ ഗ്രാഫിക്സ് ഹൈ എൻവയോൺമെൻറ്റ് ഈസ് റിക്വയർഡ് ടു പ്ലേ ഹൈ ഇഷ്യൂ ഒക്കെ ദ പ്ലേയിങ് സെലക്റ്റഡ് സ്റ്റാൻഡേർഡ് ലോവസ്റ്റ്. സ്റ്റാൻഡേർഡ് ലോവസ്റ്റ് വിടാൻ പാടുള്ളൂ. സ്റ്റാൻഡേർഡ് ഇട്ടേക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. എന്നാൽ ജസ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ എനിക്ക് നല്ലപോലെ ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി ഗൈസ്, മറ്റേ ഗെയിം കളിച്ചപ്പോൾ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബറാണ് വന്ന് കമൻ്റ് ഇട്ടൊക്കെ പറഞ്ഞാൽ നമുക്കങ്ങനെ കളിച്ച് സെറ്റാവാൻ പറ്റും. നല്ലപോലെ ഡ്രിബിളിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല കളിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സെറ്റായിടാൻ കളിക്കാമെന്ന് പറഞ്ഞു, ഡ്രിബിളിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ലാഗുള്ള ഫോണായതുകൊണ്ട് എനിക്ക് നമുക്ക് പയ്യെ സെറ്റാക്കാൻ പറ്റുള്ളൂ കളിച്ചൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നെന്തായാലും അപ്പോൾ ഈ ഒരിടയ്ക്ക് മറ്റേ ഇത് നടക്കുമല്ലോ ഗൈസ്, ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇന്നത് കളിച്ചത്. അപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇന്നലെയാണ് മിനിങ്ങാന്നായിരുന്നു നമ്മുടെ മറ്റേ മെസ്സിയുടെ കളി ഉണ്ടായിരുന്നു. അതിനകത്ത് മെസ്സിയുടെ ടീം ജയിച്ചു ഗൈസ്, അതുപോലെ റൊണാൾഡോയുടെ ടീം തോറ്റുപോയി പോർച്ചുഗലിൽ. അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബായ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയും മറന്നുപോയി ഗൈസ്, നമ്മൾ റോഡ് ടു 10 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബായ്.